പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു കാര്യമുള്ളത്, ഒന്നൊഴിയുമ്പോൾ മറ്റൊന്ന് എന്നതാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ അവസ്ഥ. ചുരുക്കത്തിൽ കേന്ദ്രത്തിന് ഇത് നല്ല സമയമല്ല എന്ന് തോന്നുന്നു. CJPയും പരീക്ഷാ പേപ്പർ ചോർച്ചയും ഒക്കെ വലിയ വിവാദമായതിനു ശേഷം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ മാറ്റി അവിടെ പ്രഹ്ലാദ് ജോഷിയെ കൊണ്ടുവച്ചു, താൽക്കാലികമായി മുഖം രക്ഷിച്ചു. പക്ഷേ അടുത്ത വിഷയം ഉരുണ്ടുകൂടുന്നുണ്ട് അന്തരീക്ഷത്തിൽ. ഞാൻ മഴയെക്കുറിച്ചല്ല പറയാൻ വരുന്നത്, അടുത്ത വിവാദത്തിന്റെ മഴക്കാർമേഘങ്ങൾ അന്തരീക്ഷത്തിൽ കൂടുകയാണ്. വീണ്ടും CJPയെ പോലെ തന്നെ EJP എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിന് തുടക്കമാവുന്നു. എന്താണ് EJP? മറ്റൊരു കോക്രോച്ച് ജനതാ പാർട്ടി, ഇത് E20 ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിന് ഡൽഹിയിൽ തുടക്കമാവുകയാണ്. എഥനോൾ പെട്രോളിനെതിരായ E20 ജനതാ പാർട്ടി സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോളോവേഴ്സ് ഇതിനകം 4 ലക്ഷം കടന്നിരിക്കുന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരായ വിമർശനങ്ങളാണ് അക്കൗണ്ടിലുള്ളത്. കൂട്ടായ്മയുടെ പിന്നിൽ ആരെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ശുദ്ധമായ പെട്രോൾ ലഭ്യമാക്കാനുള്ള പോരാട്ടം എന്നതാണ് കൂട്ടായ്മയുടെ മുദ്രാവാക്യം. E20ക്കെതിരായ അരവിന്ദ് കെജ്രിവാളിന്റെ പുതിയ നീക്കത്തിനും പിന്തുണയേറുന്നു. E20 പെട്രോൾ വാഹനങ്ങൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്നും വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ക്രിയാത്മകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും റഹീം MP. അതിപ്പോൾ ആരാന്ന് എനിക്കറിയില്ല, ഏത് കൂട്ടമാണെന്നറിയില്ല. അതറിയാതെ നമ്മൾ പറയുന്നത് ശരിയല്ല. DYFI പോലൊരു സംഘടന പ്രത്യേകിച്ച്. 2, അവരുടെ സമര രീതി എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്കൊരു നിലപാടെടുക്കാൻ കഴിയില്ല. CJPയുടെ കാര്യത്തിൽ ഞങ്ങൾ അതാണ് എടുത്തത്. പക്ഷേ ഇഷ്യൂ വളരെ ബേണിംഗ് ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിനെ ഗവൺമെൻറ് ഉടനടി അഡ്രസ്സ് ചെയ്യണം. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. ഇതിനകം E20 ഉപഭോഗം കാരണം എന്തെങ്കിലും ആളുകൾക്ക് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡാമേജ് കൂടി ഗവൺമെൻറ് വഹിക്കാൻ തയ്യാറാക്കണം. അതിനൊരു പദ്ധതി ഗവൺമെൻറ് ഉണ്ടാക്കണം. ഈ പ്രശ്നം പാർലമെൻറ്റിനുള്ളിൽ ഉന്നയിക്കേണ്ട വിഷയമാണ്. കൃത്യമായിട്ട് അത് ഉന്നയിക്കും. പാർലമെൻറ്റിനകത്തും പുറത്തും DYFI എന്ന നിലയിലും പാർലമെന്റിനുള്ളിൽ MP എന്ന നിലയിലും ഇക്കാര്യം ഉന്നയിക്കും. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. നോബൽ മാരിക്കാരൻ, ഇന്നലെ നോക്കുമ്പോൾ E20 ജനതാ പാർട്ടിയുടേത് 1.8 ലാക്ക് ആയിരുന്നു ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷേ ഇന്നിപ്പോൾ EJPയുടെ ഫോളോവേഴ്സ് 4 ലക്ഷം കടന്നിരിക്കുന്നുവെന്നാണ്. CJPയുടെ വളർച്ച പോലെ കേന്ദ്രത്തിന് തലവേദന ഉണ്ടാക്കാൻ പോകുന്നതാണോ എഥനോൾ 20 അഥവാ E20 ജനതാ പാർട്ടി എന്ന പേരിൽ ഇപ്പോൾ രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന മൂവ്മെന്റ്? ആ മൂവ്മെന്റിനാണെങ്കിൽ ആം ആദ്മി പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ CPM ആ മൂവ്മെന്റിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആ മൂവ്മെന്റിന്റെ കോസിന്, എഥനോളിന്റെ വിഷയം, ശുദ്ധ പെട്രോളിയം ലഭിക്കാനുള്ള അവകാശത്തിന് CPMും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീണ്ടും കേന്ദ്രം കുരുക്കിലേക്ക് പോവുകയാണോ? അരുൺ, E20 പെട്രോളുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്ര സർക്കാരിന് ഒരു തലവേദനയാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ E20 ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സമൂഹ മാധ്യമത്തിൽ അവർക്ക് വലിയ പിന്തുണ ഇപ്പോൾ ലഭിക്കുകയാണ്. കാരണം ഇന്നലെ 1 ലക്ഷത്തോളം അല്ലെങ്കിൽ 1.5 ലക്ഷത്തോളം മാത്രം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആ ഗ്രൂപ്പ് ഇപ്പോൾ ഏറെക്കുറെ 4,61,000 ഫോളോവേഴ്സിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതായത് ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. E20 പെട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ വിവാദങ്ങൾ കൊഴുത്തതാണ്. പ്രത്യേകിച്ച് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു, അതോടൊപ്പം തന്നെ മൈലേജ് കുറയുന്നു, അത്തരത്തിൽ പല ആരോപണങ്ങൾ. അതോടൊപ്പം നിതിൻ ഗഡ്കരിയുടെ കുടുംബത്തിനാണ് ഇതിന്റെ ലാഭം ലഭിക്കുന്നതടക്കമുള്ള വിമർശനങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ സജീവമായിരുന്നു. ഈ വിഷയത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രതിഷേധം വലിയ തരത്തിൽ വിജയം കാണുന്നതിന് പിന്നാലെ ആണ് ഈ പറഞ്ഞ E20യുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിലേക്കും കടക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ആരാണ് E20 ജനതാ പാർട്ടിക്ക് പിന്നിൽ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. നേരത്തെ അഭിജിത് ദീപ്കെ ആയിരുന്നു ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നിലെങ്കിൽ E20 ജനതാ പാർട്ടിക്ക് പിന്നിൽ ആര് എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അരവിന്ദ് കെജ്രിവാൾ പോലുള്ള പാർട്ടികൾ, അതായത് അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള നേതാക്കൾ, ആം ആദ്മി പോലത്തെ പാർട്ടികൾക്ക് ഈ വിഷയം സജീവമായി തന്നെ ഏറ്റെടുക്കുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും CPM അടക്കമുള്ള പാർട്ടികൾക്ക് ഈ വിഷയം നേരത്തെ തന്നെ ഏറ്റെടുത്ത് ഇതിൽ വിമർശനങ്ങൾ ഉന്നയിച്ചതാണ്. എന്താണെങ്കിലും ഇതൊരു വലിയ മൂവ്മെന്റായി വരും ദിവസങ്ങളിൽ മാറാനുള്ള സാധ്യത എന്താണെങ്കിലും തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ശുദ്ധമായ പെട്രോൾ ലഭിക്കേണ്ടത് അവകാശമാണ് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇവരുടെ സമൂഹ മാധ്യമ ക്യാമ്പയിനുകളിൽ മലയാളത്തിലടക്കം പോസ്റ്റുകൾ ഉണ്ട് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ചില പോസ്റ്റുകളൊക്കെ മലയാളത്തിൽ നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും വലിയ സ്വീകാര്യത ഇതിന് ലഭിക്കുന്നു എന്നാണ് ഇതിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം വർദ്ധിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ തുടർ ദിവസങ്ങൾ, പ്രത്യേകിച്ച് ശനിയാഴ്ചയാണ് അരവിന്ദ് കെജ്രിവാൾ ഇക്കാര്യത്തിൽ ഓൺലൈൻ മീറ്റിംഗ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അന്നായിരിക്കും പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു സമരരീതിയെക്കുറിച്ച് നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. DYFI അടക്കമുള്ള പാർട്ടികൾ ഇതിനോടൊപ്പം തന്നെ E20യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ E20 ജനതാ പാർട്ടിക്ക് പിന്തുണ നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്തിയില്ല. കാരണം ഈ പാർട്ടിയുടെ പിന്നാമ്പുറത്ത് ആരാണ് ഇതിന്റെ സ്ഥാപകൻ അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ടെന്താണെങ്കിലും റഹീം അടക്കമുള്ള ആളുകൾ ഇതിലൊരു ജാഗ്രത പുലർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നുള്ള ബില്ല് പാർലമെന്റിൽ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ആ ബില്ലിന്റെ ഒരു അവതരണവും അതിന്റെ ചർച്ചയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ അയോധ്യ, E20 അടക്കമുള്ള വിഷയങ്ങൾ ശക്തമായി തന്നെ പ്രതിപക്ഷം ഉയർത്തുമെന്ന് സൂചന നൽകുന്നുണ്ട്. സ്വാഭാവികമായും E20 ജനതാ പാർട്ടി കൂടി രംഗത്തേക്ക് വരുന്നതോടെ ഇതൊരു വലിയ തലവേദനയായി കേന്ദ്ര സർക്കാരിന് മാറും. നേരത്തെ ഈ
കോക്രോച്ച് ജനതാ പാർട്ടി സമരം കഴിഞ്ഞ് പോയ പ്രതിഷേധക്കാർ പറഞ്ഞത് അടുത്തത് നിതിൻ ഗഡ്കരിയാണ്, അപ്പോഴേക്കും ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ അറിയാം എന്താണ് ഈ പറഞ്ഞ E20 ജനതാ പാർട്ടി ചെയ്യാൻ പോകുന്നതെന്ന്. വലിയ പ്രതിഷേധം പക്ഷേ ഈ ജന്തർ മന്ദിറിലൊക്കെ വീണ്ടും സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ തലവേദനയായി മാറും കേന്ദ്ര സർക്കാരിനെ എന്ന കാര്യത്തിൽ മാത്രമല്ല ഇതിനകത്തൊരു ഡയറക്റ്റ് കറപ്ഷനുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സാധാരണ നിതിൻ ഗഡ്കരിയെ നമ്മൾ കണ്ടിരുന്നത് അങ്ങനെ വിവാദങ്ങളിലൊന്നും പോയി ചാടുന്നൊരു മന്ത്രി ആയിരുന്നില്ല. പക്ഷേ നിതിൻ ഗഡ്കരിയുടെ മകൻ നിഖിൽ ഗഡ്കരിക്ക് ഒരു കമ്പനിയുണ്ട്. കമ്പനിയുടെ പേര് സിയാൻ അഗ്രോ കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ വളർച്ച നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഏകദേശം 17 കോടിയിലെങ്ങാണ്ട് തുടങ്ങിയതാണ്. കഴിഞ്ഞ വർഷമായപ്പോൾ 560 കോടിയായി അതിൻ്റെ ലാഭം എന്ന് പറയുന്നത്. കഴിഞ്ഞ 16 മാസം കൊണ്ട് അതിൻ്റെ ഓഹരിയിലുണ്ടായ വർധന ചെറുതല്ല. അത് 40 രൂപയിൽ നിന്ന് 100 കണക്കിന് രൂപയായിട്ട് അതിൻ്റെ ഓഹരിയുടെ മൂല്യം വർദ്ധിച്ചു. പ്രോഫിറ്റ് ആണെങ്കിൽ 112 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? എഥനോൾ ബ്ലെൻഡിങ് പെട്രോൾ എന്ന് പറയുന്ന ഒരു ആശയം അവതരിപ്പിച്ചതിന് ശേഷം ഈ നിഖിൽ ഗഡ്കരി എന്ന നിതിൻ ഗഡ്കരിയുടെ മകൻ്റെ സിയാൻ അഗ്രോ കെമിക്കൽസ് എന്ന് പറയുന്ന കമ്പനിക്ക് അവരുടെ ഷെയർ മാർക്കറ്റിൻ്റെ മൂല്യം കൂടി എന്നുള്ളതാണ്. അത് ചെറിയൊരു കാര്യമല്ലല്ലോ. അതൊരു മന്ത്രിക്ക് നേരെയാണ് ആരോപണം. മന്ത്രി അതിനെതിരെ ഇപ്പോൾ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. തന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ചില പ്രചരണം നടക്കുന്നത് എന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത്. അതെന്തുമാവട്ടെ, പക്ഷേ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം 2023 മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളിൽ ഈ പറയുന്ന പെട്രോൾ ഉപയോഗിച്ചാൽ, എഥനോൾ 20 പെട്രോൾ ഉപയോഗിച്ചാൽ അതിലെ എഞ്ചിന് തേയ്മാനം കൂടുന്നു, മൈലേജ് കുറയുന്നു. ഇത് വസ്തുതയല്ലേ? 60% ഉപഭോക്താക്കളും പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ വാഹനങ്ങളുടെ മൈലേജ് കണ്ടമാനം കുറയുന്നു, ഞങ്ങളുടെ വാഹനങ്ങൾക്ക് തേയ്മാനം കൂടുതൽ സംഭവിക്കുന്നു. ഒടുവിൽ കേന്ദ്ര സർക്കാരിന് തന്നെ ഇത് ഭാഗികമായി സമ്മതിക്കേണ്ടി വന്നു. 2023 ശേഷമുള്ള വാഹനങ്ങളിൽ കുറച്ചുകൂടി ഈ E20 പെട്രോളൊക്കെ സ്വീകരിക്കാൻ പര്യാപ്തമാണ് എന്നുള്ളതാണ്. അതിനിടയിൽ ഇപ്പോൾ ഡീസലിൽ ഐസോബ്യൂട്ടനോൾ ചേർക്കും എന്ന് പറയുന്ന ഒരു നീക്കം നടക്കുന്നതായിട്ടും അറിയുന്നു. ചുരുക്കത്തിൽ ഇത് സാധാരണക്കാരായ മനുഷ്യർ ഏറ്റെടുക്കാൻ പോകുന്നു, വാഹനങ്ങളുള്ളവർ ഏറ്റെടുക്കാൻ പോകുന്നു. അവർ ഈ സമൂഹത്തിലെ വളരെ ശക്തമായൊരു മിഡിൽ ക്ലാസ് ആണ്. ആ മിഡിൽ ക്ലാസ് ആണോ E20 ജനതാ പാർട്ടിക്ക് പിന്നിൽ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ CJPയെ പോലെ കേന്ദ്ര സർക്കാർ നേരിടാൻ പോകുന്ന മറ്റൊരു വലിയ വിമർശനമായിരിക്കും ഈ എഥനോൾ 20 ജനതാ പാർട്ടി, E20 ജനതാ പാർട്ടി. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ശുദ്ധ പെട്രോളിയം കിട്ടാനുള്ള അവകാശം നമുക്കില്ലേ? അത് അവകാശമാണ് E0 പെട്രോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ എഥനോൾ ചേർക്കാത്ത പെട്രോൾ. അതിപ്പോൾ 100-110 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടണമായിരുന്നു, പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാനില്ല. ആദ്യം E10 ചേർത്ത പെട്രോൾ, പിന്നീട് E20 ചേർത്ത പെട്രോൾ. ഈ മൂന്നും ആണ്. ഇത് മൂന്നും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക. E20 അടിക്കുന്നവർ E20 അടിച്ചോട്ടെ, E10 അടിക്കുന്നവർ E10 അടിച്ചോട്ടെ, E0 അടിക്കുന്നവർ E0 അടിച്ചോട്ടെ. ഇതൊന്നും അടിക്കാത്തവൻ അടിക്കില്ല.